മധുര ടൗണിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ എത്തുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ചെട്ടിനാട് മാൻഷൻസ്, ചെട്ടിനാട് റിച്ച് ക്വിസീൻ ഒക്കെയുള്ള ചെട്ടിനാടിൻ്റെ ഹെറിറ്റേജ് റിച്ച് ക്യാപിറ്റലായ കാരക്കുടിയിലേക്കാണ്. നല്ല ചുവപ്പ് നിറത്തിലുള്ള മണ്ണും ഒരുപാട് തരിശുഭൂമി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പം ഒരു ഗ്രാമം വൈബാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും എല്ലാത്തരം ടോപ്പ് ബ്രാൻഡ്സും അവൈലബിൾ ആയി, അതുപോലെ തന്നെ ചെട്ടിനാട് മീൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉള്ള ഒരു വലിയ ടൗൺ തന്നെയാണ് കാരക്കുടി. കാരക്കുടിയിൽ നമുക്ക് കാണാനായിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാൻഷൻ എന്ന് പറയുന്നത് 1000 വിൻഡോ ഹൗസ് ആണ്, 1000 ജനൽ വീട്. ഇത് ടൗണിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് മാൻഷൻസ് ഒക്കെയുള്ള ഗ്രാമങ്ങളിലേക്കുള്ള ഒരു യാത്ര. ഈ മാൻഷൻസിൻ്റെ കഥ പറയാനായിട്ടാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവുമായി നാട്ടുകോട്ടെ ചെട്ടിയാർ കമ്മ്യൂണിറ്റി പണി കഴിപ്പിച്ച 96ഓളം ഗ്രാമങ്ങൾ, അതിലവർ നിർമ്മിച്ച 30,000-ഓളം മാൻഷൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതിലുള്ളത് 75ഓളം ഗ്രാമങ്ങളും അതിലുള്ള 10,000-ഓളം മാൻഷൻസുമാണ്. അതിൽ നമ്മൾ സഞ്ചാരികളെ ആകർഷിക്കുന്നതും ഈ മാൻഷൻസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളതും ടൈൽ മേക്കിങ്ങും ഒക്കെ കാണാൻ സാധിക്കുന്ന 2 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് കനാടുകാതനും ആത്തൻകുടിയും. ഞങ്ങൾ ആദ്യം പോയത് കനാടുകാതനിലേക്കാണ്. ഇതാണ് കനാടുകാതൻ പാലസ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ പാലസിനുള്ളിൽ കയറി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുമെങ്കിലും നമുക്ക് തെറ്റിപ്പോയി കേട്ടോ. ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ അല്ല, ഈ മാൻഷൻ അത് ക്ലോസ്ഡ് ആണ്. ഇതേ സ്ട്രീറ്റിൽ തന്നെ 3-4 വീടുകളുണ്ട്. അവിടെ എൻട്രി ഫീസ് വരുന്നത് ഓരോ അഡൾട്ടിനും 50 രൂപയാണ്. അവിടെ നമുക്കത് കൊടുത്തിട്ട് അകത്ത് കയറി കാണാനായിട്ട് പറ്റും. അവർ കുറച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും. ഈ സ്ട്രീറ്റിൽ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളതും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മാൻഷൻ എന്ന് പറയുന്നത് CVRM ഹെറിറ്റേജ് ഹൗസ് ആണ്. CVRM ഹെറിറ്റേജ് ഹൗസിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു വലിയ മിററുണ്ട്. അത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്, ബെൽജിയം മിറർ എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു വലിയൊരു ആട്ടുകട്ടിൽ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. ഒരു പഴമയെ ഉണർത്തുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. 100 വർഷം പഴക്കമുള്ളതാണ് ഈ CVRM ഹെറിറ്റേജ് ഹൗസ്. നമുക്ക് കനാടുകാതൻ ഈ ഒരു റീജിയനിൽ വേറൊരു മാൻഷനിലും കിട്ടില്ല. ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ചെന്നിട്ട് ഒരു ഏരിയൽ വ്യൂ ഈ റീജിയൻ്റെ മൊത്തം കാണാൻ പറ്റും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഇരുണ്ട ഒരു കോർണർ ഉണ്ട്. അവിടെ സ്റ്റീപ്പായിട്ടുള്ള സ്പൈറൽ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ഈ റൂഫ് ടോപ്പിൽ എത്താനായിട്ട്. അവിടെ നിന്നുള്ളൊരു കാഴ്ച ഭയങ്കര രസമാണ്. ഈ CVRM ഹെറിറ്റേജ് ഹൗസിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ലോട്ടസ് പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ ഉള്ളത്. ഇവിടെ നമുക്ക് നല്ല ചെട്ടിനാട് റിച്ച് മീൽസൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അലാക്കാട്ടേക്ക് അവൈലബിൾ ആണ്, പക്ഷേ റേറ്റ്സ് കൂടുതലാണ്. പ്രത്യേകിച്ച് സീസൺ ടൈം ആകുമ്പം റേറ്റ് കുറച്ചും കൂടി കൂടും. ഈ കനാടുകാതലിലെ സ്ട്രീറ്റ്സിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൂട്ടിയിട്ട മാൻഷൻസ് കാണാൻ പറ്റും കേട്ടോ. ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പൂട്ടിപ്പോയ മാൻഷൻസ്, പക്ഷേ എങ്കിലും അതിനൊക്കെ നമുക്കൊരു പ്രത്യേക ഭംഗി ശരിക്കും തോന്നും കാണുമ്പോഴത്തേക്കും. പിന്നീട് ഇവിടുന്ന് ഞങ്ങൾ പോയത് വിവിധ തരം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം നടക്കുന്ന ഹാൻഡ് മെയ്ഡ് ടൈലും വുഡ് കാവിംഗ് ഒക്കെ നടക്കുന്ന ആത്തൻകുടി എന്ന ഗ്രാമത്തിലേക്കാണ്. ആത്തൻകുടിയിൽ നമുക്ക് മെയിനായിട്ടും കാണാനുള്ളത് പെരിയ വീടാണ്, അഥവാ ആത്തൻകുടി പാലസ് പെരിയ വീട്. ഇവിടേക്കുള്ള എൻട്രി ഫീസും 50 രൂപ തന്നെയാണ്. ആത്തൻകുടി പാലസ് പണി കഴിപ്പിച്ചത് നാഗപ്പ ചെട്ടിയാരാണ് 1097. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പാലസ് പണി കഴിപ്പിച്ചാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇന്ത്യയുടെ പുറത്ത് നിന്നാണ് കൊണ്ടുവന്നേക്കുന്നത്. ചെട്ടിയാർ കമ്മ്യൂണിറ്റി അവരുടെ ബാങ്കിങ് ട്രേഡിംഗ് ബിസിനസ്സൊക്കെ ഇന്ത്യയുടെ പുറത്തേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ മാൻഷൻസ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ പുറത്തു നിന്നാണ്. ഈ കയറി വരുമ്പോൾ ഇവിടുത്തെ റൂഫ് ടൈൽസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും ജപ്പാനിലുമാണ്. ഈ ഫ്ലോർ ടൈൽസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാനുള്ള കാരണം തന്നെ ഈ റൂഫ് ടൈൽസ് ആണ്. അത് കൊണ്ടുവന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്. അതുപോലെ തന്നെ വുഡൻ പില്ലേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ബർമയിൽ നിന്നും, ബെൽജിയം മിറർ. അങ്ങനെ ഈ പാലസിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിനെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആത്തൻകുടി പാലസിന് തൊട്ട് ഫ്രണ്ടിൽ നല്ല വീട്ടിലുണ്ടാക്കുന്ന ഒതൻറ്റിക് ചെട്ടിനാട് സ്നാക്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ട്രഡീഷണൽ ടൈൽ മേക്കിംഗ്, സാരി വീവിങ് ഒക്കെ കാണാനായിട്ട് പറ്റും. നല്ല കോട്ടൺ സാരീസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും. നിങ്ങളൊരു മധുര തഞ്ചാവൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ ചരിത്ര പ്രസിദ്ധമായ മാൻഷൻസ് ഒക്കെയുള്ള ഈ ചെട്ടിനാടും നിങ്ങളുടെ ഐറ്റിനറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറക്കല്ലേ.